ഇതിൽ മിനിമം 10 രൂപ തൊട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2025 നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഞാൻ സായ സൈനബ്. പുതുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 days 30 ഫൈനാൻസ് കണ്ടന്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസേനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് അതിപ്പോൾ ആരായാലും ഏത് ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ആളായാലും എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇൻവെസ്റ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു 10 രൂപ തൊട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. 50 രൂപ, 100 രൂപ, 1000, 10,000 ലക്ഷം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കോടികൾ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസികൾ, പിന്നെ അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഇഷ്ടംപോലെ ഓപ്ഷനുകളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. SIP രണ്ട് ഓപ്ഷനുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലംസമായിട്ടും അല്ലെങ്കിൽ SIP ആയിട്ടും. ലംസം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലംസം എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ SIP എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മന്ത്ലി ഒരു ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ 100, 500, 1000 എന്ന് വയ്ക്കുക. അപ്പോൾ എത്ര എല്ലാ മാസവും നിങ്ങൾ 1000 രൂപ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാണ് SIP എന്ന് പറയുന്നത്. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് നിങ്ങൾ എന്തായാലും ചെയ്തു തുടങ്ങേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എത്ര പ്രായമുള്ള ആൾക്കാരായാലും എത്ര പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും നിങ്ങളിൽ എത്ര ചെറിയ എമൗണ്ട് ഉള്ളെങ്കിലും ആ ചെറിയ എമൗണ്ട് വെച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ചെറുതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലോ എല്ലാവരും വലുതാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 10 രൂപ ഉള്ളെങ്കിൽ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. 100 രൂപ ഉള്ളെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അത് നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജോലി വലുതാവുന്നതിനനുസരിച്ചൊക്കെ ആ ഒരു എമൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻകം കൂടിക്കൊണ്ട് ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണും അപ്പോൾ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാരും എന്തായാലും ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റ് പിടിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അടിപൊളി സമയമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് 5 കൊല്ലം മുമ്പ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇത്ര അധികം പൈസ കിട്ടിയേനെ, അങ്ങനെ കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം അത് അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു കോട്ടുണ്ട്, ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഈസ് നൗ. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം എന്ന് വിശ്വസിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മുമ്പ് കുറേ നാൾ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ കുറേ പൈസ കിട്ടിയേനെ എന്നൊക്കെ വിചാരിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഏറ്റവും അടിപൊളിയായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടുപിടിക്കുക, ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. ക്രിപ്റ്റോ കറൻസിലാണെങ്കിൽ അത് ക്രിപ്റ്റോ കറൻസിയും സംഭവങ്ങളൊക്കെ അത്യാവശ്യം റിസ്ക്കുള്ള സംഭവങ്ങളാണ്. റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനത്തേലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് സേഫായിട്ട് റിട്ടേൺ കിട്ടുന്ന കുറച്ച് വേറെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ബ്ലൂ ചിപ്പ് സ്റ്റോക്സുകളിലൊക്കെ, വലിയ സ്റ്റോക്ക് കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻവെസ്റ്റിങ്ങിന് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ഗ്രോത്ത് അനുസരിച്ച് ആ ഒരു പൈസയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയ്ക്കാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചത്. അതായത് ഇപ്പോൾ 10 രൂപയോ 50 രൂപയോ 100 രൂപയോ നിങ്ങളുടെ ഉള്ളതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു ഡെമോ വീഡിയോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കണ്ടിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് വെറുതെ കാണാൻ വേണ്ടിയിട്ട് മാത്രം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് എൻ്റെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടാണ്. അപ്സ്റ്റോക്സ് വഴി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അപ്സ്റ്റോക്സ് തന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ റെഫർ ചെയ്യില്ല, ഞാൻ യൂസ് ചെയ്യുന്ന അപ്സ്റ്റോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേറെ കുറേ ബ്രോക്കറുകളുണ്ട്. സെറോദിൻ്റെ ഗ്രോ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്റ്റോക്സ് വേണമെങ്കിൽ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഇവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അടിയിൽ. ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ മ്യൂച്വൽ ഫണ്ട്, IP, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം, MTF. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരാം, എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു പേജ്. അവിടെ മുകളിൽ സെർച്ച് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ കാണാം. മ്യൂച്വൽ ഫണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ സെർച്ച് എടുക്കുകയാണ്. ഇപ്പോൾ ഏത് ഫണ്ടാണ്, ആക്സിസ് ആണോ, HDFC ആണോ, നാവി ആണോ, അങ്ങനെ ഇഷ്ടംപോലെ ഫണ്ടുകളുടെ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ് നാവി. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം ഫണ്ട് സൈസ്, എക്സ്പെൻസ് റേഷ്യോ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എത്ര റിട്ടേൺ തന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അടിയിൽ 1 ടൈം ഉണ്ട്, SIP ഉണ്ട്. 1 ടൈം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആയിട്ട് ഒറ്റ ടൈമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ SIP നിങ്ങൾക്ക് മന്ത്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. SIP ക്ലിക്ക് ചെയ്യുക. ഇതിൽ മിനിമം 10 രൂപ തൊട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഫണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നത്. പക്ഷേ ഇത് റിസ്ക് സംഭവങ്ങളൊക്കെ ഉള്ള ഫണ്ടായിരിക്കും. നിഫ്റ്റി നെക്സ്റ്റ് 50 ഫണ്ടാണ്, ഇൻഡെക്സ് ഫണ്ടാണ്.
നല്ല രീതിയിൽ വോളറ്റൈലായിരിക്കും, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഒരു 10 രൂപ തൊട്ട് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വേറെ കുറേ ഫണ്ടുകളുണ്ടാവും. അപ്പോൾ അതിൽ നല്ല ഫണ്ടുകൾ നോക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വേറെ ചെയ്യാം. അപ്പോൾ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ബാങ്ക് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുകൊണ്ടാണ് ഇവിടെ കൺഫേം ടു ബൈ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ SIP ഷെഡ്യൂൾ കാണാം, അതായത് ഏത് ഡേയിലാണ് എല്ലാ മന്തിലും നിങ്ങൾക്ക് പൈസ അടയ്ക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ മാസവും കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ പോവും, മ്യൂച്വൽ ഫണ്ടിൽ പൈസ എത്തും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ.